കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ രാവിലെ പ്രമോ വിശേഷം ഉൾപ്പെടുത്തി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുൾ വിശേഷം വരുമ്പോ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാന്ന്. അപ്പൊ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന ഗൗതത്തിനോട് നന്ദ ചോദിക്കുകയാണ്, അല്ല ഗൗതം സാർ, ഈ ഷർട്ടിൽ എങ്ങനെയാ സിന്ദൂരം പറ്റിയെന്ന് ചോദിക്കാം. ഒരു നിമിഷം ഗൗതം ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. പിന്നീട് നന്ദ പറഞ്ഞു, എന്താ സാർ, എന്നെ ഒന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടോ ഗൗതം പറഞ്ഞു, ഞാൻ വലിയൊരു ദൗത്യവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടല്ലേ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഷർട്ട് സിന്ദൂരോ ഒക്കെ കണ്ടെന്നിരിക്കും. അതിനകത്ത് ഇപ്പൊ സംശയിക്കേണ്ടതായിട്ട് ഒന്നുമില്ല നന്ദാന്ന് പറയാം. അത് മാത്രമല്ല, സ്ത്രീകൾ മാത്രമല്ലല്ലോ സിന്ദൂരം തൊടുന്നത്, പുരുഷന്മാരും തൊടാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിനക്ക് ടെൻഷൻ വേണ്ട. പിന്നെ ഞാൻ മലയാളികളുമായിട്ടുള്ള ആൾക്കാരോടല്ല ഇടപെടാനായിട്ട് പോയത്, ആ ഒരു ഓർമ്മ നിനക്ക് വേണമെന്ന് പറയാം. സോറി സാർ, ഒരു മിനിറ്റത്തേക്ക് ഞാൻ ഒന്ന് സംശയിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം. പിന്നീട് നന്ദ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് അകത്തേക്ക് പോകുമ്പോൾ ഗൗതം ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. അതിനുശേഷം കാണിക്കുന്ന ഗൗതം കമ്മീഷണർ ഓഫീസിലേക്ക് വരുവാണ്. അങ്ങനെ കമ്മീഷണർ ഓഫീസിലേക്ക് വന്നപ്പോൾ ഗൗതത്തിനെ കണ്ടപ്പോൾ കമ്മീഷണർ പറഞ്ഞു, ഇരിക്കുക ഗൗതം, എത്ര വലിയൊരു ഓപ്പറേഷനാണ് നിങ്ങൾ വിജയകരമായിട്ട് നടത്തിയെന്നറിയാവോ. എനിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. കുറെ സമയത്തേക്ക് ആകെപ്പാട് ടെൻഷനായിരുന്നു, ഇപ്പൊ ആ ടെൻഷനൊക്കെ ഒന്ന് മാറിക്കിട്ടിയെന്ന് പറയാം. ഈ സമയം ഗൗതം ഒന്നും മിണ്ടിയില്ല. എന്താ ഗൗതം, മുഖം എന്താ വല്ലാതിരിക്കണേ? ഇത്രയും വലിയൊരു ദൗത്യം പൂർത്തിയാക്കിയിട്ടും അതിൻ്റെതായ ഒരു സന്തോഷം നിന്റെ മുഖത്ത് കാണാനല്ലോ, കാര്യം എന്താന്ന് തിരക്കുക. ഒന്നുമില്ല സാർ, എനിക്കറിയാം ദൗത്യം പൂർത്തിയാക്കിയെങ്കിലും ക്യാപ്റ്റൻ അനഘ രക്ഷപ്പെട്ടില്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു സങ്കടം നിന്റെ മുഖത്തുണ്ട്, അതാണോ പ്രശ്നം എന്ന് ചോദിക്കുക. അങ്ങനൊന്നുമില്ല. അതെ, ഇന്നത്തെ കാലത്ത് ഇത്ര മാത്രം പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ബോൾഡ് ആവുന്നത് എങ്ങനെയാന്ന് പോലും ചില സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകും. ഒരു പക്ഷെ അവർക്ക് അവരുടേതായ ചില കാരണങ്ങൾ കാണില്ലേ സാറിന് ചോദിക്കാണ്. എന്ത് കാരണങ്ങളാടോ, ഇങ്ങനെയൊക്കെ അപ്പോ ആയി തീരുന്ന പെൺകുട്ടികളെ വേണം ഇവളുമാരെയൊക്കെ പറയാനായിട്ട്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല, ഓരോ പെൺകുട്ടികളും അങ്ങനെ ആവണമെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടൊരു കാരണം കാണുമെന്ന് പറയാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതത്തിന്റെ ഉള്ളിലേക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. SPC കേട്ടിന്റെ പരേഡ്. അപ്പൊ ആ പരേഡിന്റെ സമയത്ത് പരേഡ് ചെയ്യുന്നേ താനുണ്ട്, അർജുനുണ്ട്, അങ്ങനെ ഒന്ന് രണ്ട് മുഖങ്ങളൊക്കെ ഗൗതത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരിക. പിന്നീട് ഗൗതം കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഈ സമയത്ത് അഭിരാമി എന്ന് പറഞ്ഞ അനഘ, ക്യാപ്റ്റൻ അനഘയുടെ യഥാർത്ഥത്തിലുള്ള പേരാണ് അഭിരാമി എന്നുള്ളത്. അനഘ എന്ത് ചെയ്യുവാണ്, കാട്ടിക്കൂടെ ഇങ്ങനെ വയറും താങ്ങി പിടിച്ച് നടക്കുവാണ്. അപ്പം നടന്നു കഴിഞ്ഞ് കുറെ ദൂരം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആ ഒരു കാഴ്ച കാണുന്നത്. ഒരു പോലീസ് ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നു. അപ്പൊ അവിടെ ഗൗതം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഗൗതം ആ കാഴ്ച കാണുന്നേ, ഒരു പെൺകുട്ടി അങ്ങോട്ട് നടന്നു വരുന്നു. പക്ഷെ അവളുടെ മുഖം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഗൗതം ആ കാഴ്ച കാണുന്നത്. അവൾ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മുഖം ഉയർത്ത് നോക്കിയപ്പോൾ അത് തന്റെ അഭിരാമിയാന്നുള്ള കാര്യം അറിയണേ. പെട്ടെന്ന് ഗൗതം ചോദിച്ചു, എന്താ അഭിരാമി, നീ എന്താ ഇവിടെ, നിനക്ക് എന്ത് പറ്റി ആമീന്ന് ചോദിക്കുക. പെട്ടെന്ന് അഭിരാമി അവിടെ ഒരു മരത്തിന്റെ ഒരു വേരലേക്ക് അങ്ങോട്ട് ഇരിക്കുവാണ്. നീ എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുക. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു നോട്ടത്തിൽ തന്നെ അഭിരാമി ഒരു കാര്യം തിരിച്ചറിഞ്ഞു. തന്നോട് സൂരജ് പറഞ്ഞ കാര്യം, സൂരജ് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ആദിത്യൻ പറഞ്ഞ കാര്യം, ആദിത്യന്റെ ശരിക്കുള്ള പേരായിരുന്നു സൂരജ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഓർമ്മ വരുവാണ്. നമ്മളെ അന്വേഷിച്ചിവിടെ പോലീസുകാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്ത് കിടക്കണം, സാധാരണക്കാരെ പോലെ ആവണം, പുറത്തേക്ക് പോകണ്ടേ, നിനക്കറിയായിരിക്കും നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരാന്ന്. ഗൗതം. ആ പേര് കേട്ടത് ഒന്ന് ഞെട്ടി. ഗൗതത്തിന് നിനക്ക് മറക്കാൻ കഴിയില്ലോ, നമുക്ക് ആർക്കും മറക്കാൻ കഴിയുന്ന കാര്യമല്ല. അവൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്, അവന്റെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കും. ക്യാപ്റ്റൻ അനിക അഭിരാമി എന്നുള്ള സത്യവും കമാൻഡർ ആദിത്യൻ സൂരജ് എന്ന സത്യം അവൻ അറിയും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും അവന് നേർക്കുനേർ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരാളെ കാണത്തുള്ളൂ, ഒന്നെങ്കിൽ അവന് അല്ലെങ്കിൽ ഞാന്, അല്ലെങ്കിൽ ഒരാള് ജീവൻ നഷ്ടപ്പെടുമെന്ന് പറയണം. പെട്ടെന്ന് അഭിരാമി ഇങ്ങനെ ഞെട്ടി ഉണ്ടെന്ന് നോക്കുവാണ്. എന്താ അമ്മി, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. നീ എന്താ ഈ കാട്ടില്, നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. നിന്റെ കൂടെ ആരുമില്ലല്ലോ, എന്തിയെ സൂരജ് എന്തിയെന്ന് ചോദിക്കുക. പെട്ടെന്ന് അവരെ സൂരജ് എൻ്റെ കൂടെ ഇല്ല. അല്ല, നിന്റെ വീട്ടുകാരൊന്നും ഇല്ല നിന്റെ കൂടെ? ഇല്ല, അവനെ കല്യാണം കഴിച്ചതോട് കൂടിയിട്ട് വീട്ടുകാരൊക്കെ എന്നെ ഉപേക്ഷിച്ചെന്ന് പറയാം. പെട്ടെന്ന് അവനൊന്നും മനസ്സിലായില്ല, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേ. ഗൗതത്തിനൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഗൗതം മനസ്സിൽ വിചാരിക്കുന്ന ആ പഴയ ഒരു SPC ആയിട്ട് ആ സ്കൂള്, ആ ഒരു അന്തരീക്ഷമായിരുന്നു പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നേ. SPC പരേഡ് നടക്കുന്ന സമയത്ത് അർജുൻ വന്ന് ഈ വെള്ളം കുടിക്കുമായിരുന്നു. അപ്പൊ ഗൗതം വന്നിട്ട് ചോദിച്ചു, എന്താ അർജുൻ, നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ ഈ പരേഡ് നടക്കുന്നതിനിടയിൽ വന്ന് വെള്ളം കുടിക്കില്ലെന്ന്.
അത് നമുക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരുത്തി വെക്കുന്നു. എത്ര പറഞ്ഞാലും നീ കേൾക്കില്ലല്ലേന്ന് ചോദിക്കുക. ഈ സമയത്ത് ഒരു പെൺകുട്ടിയെ താങ്ങി പിടിച്ചോണ്ട് രണ്ട് ആൺകുട്ടികൾ അങ്ങോട്ട് വന്നേ. അതെ, ഇവൾക്ക് ഇത്തിരി വെള്ളം കുടിക്കുവോ, ഒരു തളർക്കം പോലെ വന്നെന്ന് പറയുവാണ്. ഇത് കേട്ടതും ഗൗതം അർജുനോട് പറഞ്ഞു, അർജുൻ അവൾക്ക് ഇത്തിരി വെള്ളം കൊടുക്കാൻ പറയണം. അങ്ങനെ വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോ ഗൗതം ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സൂരജ്, ഇത് അഭിരാമി, ഞങ്ങൾ ആമീന്നാ വിളിക്കണമെന്ന് പറയാ. അങ്ങനെ അവര് പരിചയപ്പെടുവാണ്. അപ്പൊ അർജുനുണ്ട്, ഗൗതമുണ്ട്, അഭിരാമിയുണ്ട്, സൂരജ് ഉണ്ട്. അവരങ്ങനെ 4 ഉറ്റ ചങ്ങാതിമാരാവുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഗൗതത്തിന്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് ഓടി വരിക. നീ ഓർക്കുന്നുണ്ട് ആമി, നമ്മുടെ ആ സ്കൂൾ ടൈം എത്ര രസമായിരുന്നില്ലേ? നമ്മൾ 4 പേരും ഒരേ ചങ്സ്, ഒരേ കൂട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പിരിഞ്ഞതിന് ശേഷം നീ സൂരജുമായിട്ടുള്ള വിവാഹം നടന്നതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. പിന്നീട് നിന്നെക്കുറിച്ചൊരു വിവരമില്ലായിരുന്നു. പക്ഷെ വല്യച്ഛൻ മരിച്ച സമയത്ത് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ അറിഞ്ഞു. പക്ഷെ എന്തോ ആ തിരക്കിനിടയ്ക്ക് അതൊന്നും കാണാനും അറിയാനൊന്നും പറ്റിയില്ല. പിന്നീട് അർജുന്റെ കല്യാണ സമയത്ത് നിന്നെ സൂരജിനെ കല്യാണം വിളിക്കാണ്ട് ഞങ്ങള് നമ്പരൊക്കെ തപ്പിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്പരൊന്നും കിട്ടിയില്ല. നീ പണ്ടേ സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ലെന്നറിയാം. പക്ഷേ എങ്കിൽ അവന് സൂരജിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ആ കേസ് അങ്ങോട്ട് വിട്ടുപോയെന്ന് പറയാം. ഈ സമയത്ത് അഭിരാമി ഇങ്ങനെ അവന്റെ ഗൗതത്തിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുക. പറയാമി, നീ എന്താ എന്നോടും പറയാതിരിക്കുന്നേ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. കണ്ടിട്ടുണ്ടെങ്കിൽ സംസാരിച്ച് നീ ഇങ്ങനെ മനുഷ്യനെ ബോറടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അവസാനം നിന്നോട് നിർത്താൻ പറഞ്ഞപ്പോൾ നീ നിർത്തില്ല, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇപ്പൊ എന്ത് പറ്റി നിനക്ക്? നീ എന്നെ ഒന്നും മിണ്ടാതിരിക്കണേന്ന് ചോദിക്കുക. പെട്ടെന്ന് അഭിരാമൻ ഒന്നുമില്ലാന്ന് പറയാം. അതെ, നീ എന്താ ഇവിടെ? നീ പറ, നിന്നെ എവിടെയെങ്കിലും കൊണ്ടേയാക്കണം, ഞാൻ കൊണ്ടേയാക്കാം. വേണ്ടെന്ന് പറയണം. എന്നാ ശരി, ഇത്ര സമയം തന്നെ ഞാനിവിടെ നിന്ന് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വലിയൊരു ദൗത്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടെ. പക്ഷെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പോകാനായിട്ട് സാധിച്ചില്ല. അതാ ഇവിടെ നിന്നെ. എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയാം. പെട്ടെന്ന് അഭിരാമി എന്ത് ചെയ്യുകയാണ്, ഗൗതത്തിന്റെ കയ്യിൽ അങ്ങോട്ട് കയറി പിടിക്കുക. ഗൗതം ഒരു നിമിഷം നിന്ന്, എന്താ ആമി, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുക. പെട്ടെന്ന് അഭിരാമി ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നീ ഇപ്പം കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞല്ലോ, നമ്മുടെ പഴയ ആ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ, പഴയ സ്കൂൾ ലൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഒരു പക്ഷെ നീ ഒരു ദൗത്യമായിട്ട് ഇറങ്ങി പുറപ്പെട്ടെന്നുള്ള കാര്യം എനിക്കറിയാം. നീ അന്വേഷിച്ച് നടക്കുന്ന ക്യാപ്റ്റൻ ആദിത്യനെ അന്വേഷിച്ചല്ലേ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗൗതം ചോദിച്ചു, അതെങ്ങനെ നിനക്കെങ്ങനെ മനസ്സിലായി? എനിക്കറിയാന്ന് പറയാണ്. ഇത് ഇവിടെ ഗൗതത്തിന് വല്ലാത്ത സംശയമായി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അർജുൻ നിന്റെ ഫ്രണ്ട് അല്ലേ? ഫ്രണ്ട് മാത്രമല്ല, നിന്റെ അനിയനുമാണ്. അർജുനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ നേരെ നീ ഷൂട്ട് ചെയ്യുമെന്ന് ചോദിക്കുക. ഒരു നിമിഷം ഗൗതം ഇങ്ങനെ അമ്പരം നോക്കുക. ഇല്ല, എനിക്കതിന് ഒരിക്കലും സാധിക്കില്ല എന്ന് പറയാം. അപ്പൊ അതുപോലെ തന്നെ ഫ്രണ്ടല്ലേ സൂരജും ഞാനും ഒക്കെ, എന്റെ നേർക്കൊക്കെ നിറയൊഴിക്കാൻ നിനക്ക് സാധിക്കുമെന്ന് ചോദിക്കുക. ഗൗതം ചോദിച്ചു, നീ എന്താ ആമി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അല്ല, നീ ക്യാപ്റ്റൻ ആദിത്യനെ കുറിച്ച് പറഞ്ഞല്ലോ, അയാൾ അന്വേഷിച്ച് ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ട അഭിരാമി ഗൗതത്തിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുക. സത്യം പറ ആമി, നീ ആരാന്ന് ചോദിക്കുക. നീ ഉദ്ദേശിച്ച പോലെ തന്നെ ഗൗതം, ഞാൻ ക്യാപ്റ്റൻ അഖിലയാന്ന് പറയാം. ഇത് കേട്ടത് ഒരു നിമിഷം ഗൗതം ഞെട്ടിത്തിരിച്ചു വന്നു. പെട്ടെന്ന് റിവോൾവർ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് നെറ്റിയിലേക്ക് വെക്കുവാണ് ആമിയുടെ. പെട്ടെന്ന് തന്നെ അവൾ പറഞ്ഞു, എനിക്കറിയാം, എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് അതിന് സാധിക്കില്ല. കാരണം നമ്മൾ ഉറ്റ ചങ്ങാതിമാരായിപ്പോയി. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും സാധിക്കില്ല എന്ന് പറയാം. ഈ സമയത്ത് ഗൗതം പതുക്കെ അങ്ങോട്ട് റിവോൾവർ അങ്ങോട്ട് മാറ്റി. എങ്ങനെ സാധിച്ചു ആമി നിനക്കിത്? നീ എങ്ങനെ ഇങ്ങനെയായി തീർന്നു? നീ ഒരു പാവം കുട്ടിയായിരുന്നല്ലോ. ചെറുതിലെ നിനക്ക് ഇച്ചിരി വിപ്ലവമൊക്കെ നിന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ നീ ഇങ്ങനെയായി തീർന്നേ? അതും ക്യാപ്റ്റൻ അഖില, എനിക്ക് ഒരിക്കൽ സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. നിനക്കിത് എന്ത് പറ്റി? അപ്പം ആദിത്യൻ എന്ന് പറഞ്ഞ സൂരജാണല്ലേ? അതെ, സൂരജാണ്. നിനക്കറിയാലോ, ചെറുതിലെ മുതൽ എൻ്റെ മനസ്സിൽ കുറച്ച് വിപ്ലവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിപ്ലവങ്ങൾ അങ്ങനെ വലുതായി വളർന്നു വന്നു. എനിക്ക് ഇവിടുത്തെ വ്യവസ്ഥിതികളോടും ഈ സമൂഹത്തിനോടാ ദേഷ്യം. നീ അറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇങ്ങനത്തെ ഈ സ്വഭാവമൊക്കെ നിനക്കിത് എവിടെ നിന്ന് കിട്ടി? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞല്ലോ. അഭിരാമി പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല ഗൗതം കാര്യങ്ങളൊക്കെ. എനിക്കറിയാം, നിന്നെ പറഞ്ഞ് ഇനി കൺവിൻസ് ചെയ്യിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിലും ഈ വിപ്ലവകാരികളോട് പറഞ്ഞു കഴിക്കാൻ അത്ര സാധ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഈ സമയം അഭിരാമി, ശരിയാ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. ഇപ്പോഴും ഞാൻ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞു ജീവനുണ്ട്. എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. സാധാരണക്കാരിയെ പോലെ ജീവിക്കണമെന്ന് ഒരാഗ്രഹമായിട്ട് ഇപ്പം ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്തേലും കടുങ്കൈ ചെയ്തു പോയനും. പക്ഷെ കുഞ്ഞുള്ളതുകൊണ്ട് മാത്രം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ സമയത്തും ഗൗതത്തിന് അതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് വെടിവെപ്പിന്റെ ഒച്ച അലറിക്കരച്ച എല്ലാം കേട്ടത്.
പെട്ടെന്ന് അഭിരാമി ആ കാറിന് പുറകിലേക്ക് മറിഞ്ഞിരിക്കുക. പെട്ടെന്ന് ഗൗതം അങ്ങോട്ട് മുകളിലേക്ക് കയറി ചെന്നു. അപ്പോഴാണ് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. എന്തായി മുരളി കാര്യങ്ങൾ? എന്തായെന്ന് ചോദിക്കാം. സാർ, ഞങ്ങൾ ആ വീട് വളഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ പുറത്തുണ്ടായിരുന്നു, അയാൾ അപ്പം തന്നെ തീർന്നു. പിന്നെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ 6 പേരും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കഥയും കഴിഞ്ഞു സാർ. അതിനകത്ത് ക്യാപ്റ്റൻ ആദിത്യനുണ്ടായിരുന്നു. അവന്റെ തല ഞങ്ങൾ ചിന്നിച്ചിതച്ച് സാറെന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് കാറിന്റെ മറവിൽ അഭിരാമി നിൽക്കുന്നുണ്ടായിരുന്നു. അഭിരാമിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു ഒഴുകുകയാണ്. വയറിൽ അവളിങ്ങനെ മുറുക്ക പിടിക്കുകയാണ്. വയറിനകത്തൊരു കുഞ്ഞു ജീവൻ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞതും ഗൗതം ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. എന്താ ഗൗതം സാർ? ഗൗതം സാർ എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുക. ഗൗതത്തിന് എന്ത് പറയണമെന്നറിയില്ല. തന്റെ ഉറ്റ ചങ്ങാതിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം കേട്ടോണ്ട് അഭിരാമി അവിടെ നിൽക്കുന്നുണ്ട് എന്നൊരു ചിന്തയും ഗൗതത്തിനെ അലട്ട് വരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.